ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി റിവ്യൂലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് അരമന സീരീസിൽ അരമന 4 എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഇതൊരു തമിഴ് ചിത്രമാണ്. കാരണം ഇതിൻ്റെ എനിക്ക് എന്തുകൊണ്ടും തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 പാർട്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു ചിത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മൊത്തത്തിലൊരു ചേഞ്ച് തന്നെ ഇതിൽ അവർ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിറങ്ങുമ്പോൾ എനിക്ക് തോന്നിയത് എന്ത് പറ്റി എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം മൊത്തത്തിൽ ആ ടൈപ്പല്ല, മൊത്തത്തിലൊരു മാറ്റി ഒരു പുതിയൊരു ഐഡിയ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കതിലോട്ടൊക്കെ പതിയെ നമുക്ക് വരാം. നമുക്കിതിന് മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള സുന്ദർ സി ആണ്. അദ്ദേഹം തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള സുന്ദർ സി. അതുപോലെ തന്നെ തമന്ന ഭാട്ടിയ, റാഷി ഖന്ന, യോഗി ബാബു, അതുപോലെ തന്നെ നമ്മുടെ KGF ഗരുഡൻ, അതുപോലെ തന്നെ മാളികപ്പുറത്തിൽ അതിൽ അവതരിപ്പിച്ച കുട്ടി ബാലതരമായിട്ട് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. കണ്ടു പരിചയമില്ലാത്ത കുറച്ച് താരങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ചിത്രമാണ് അരമന 4 ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ സ്റ്റോറി കുറച്ച് പറയുമ്പോൾ മെയിനായിട്ട് ഒരു ഹൊറർ ബേസ്ഡാണ് ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ഹൊററും കുറച്ച് കോമഡി ഇമോഷണലൊക്കെ ആയിട്ട് ആണ് ഇപ്രാവശ്യം അവർ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി നടക്കുന്നത് തന്നെ തുടക്കം തന്നെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ബംഗ്ലാവൊക്കെ മാറ്റിമറിച്ച് ഒരു പുതിയൊരു 4 കെട്ട് പഴയൊരു ഇല്ലം ആണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരു അരമന എന്ന് പറയുമ്പോൾ ഒരു പണ്ടത്തെ ഒരു മന ടൈപ്പ്, എന്തെങ്കിലും ആ സെറ്റ് കൊള്ളാം, വളരെ നല്ല നേച്ചുറലായിട്ട് തോന്നി. അതുപോലെ തന്നെ അവിടെ നിന്നും ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. പിന്നീട് ഒരു പഴയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. ഏകദേശം ഒരു 10 വർഷം മുമ്പുള്ള നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു അതിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സമയത്ത് ഒരു അച്ഛനും മകളും ഒരു വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നു. അതിലെ പെൺകുട്ടി പ്രഗ്നൻ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈയിട്ട് നമ്മൾ വെള്ളത്തിലൂടെ ഇങ്ങനെ അലയ്ക്കുന്ന സമയത്ത് കൈ മുറിയുന്നു. അതേ സ്പോട്ടിൽ തന്നെയാണ് അച്ഛൻ വെള്ളമാണ് തുഴയുന്നത്. ആ സമയത്ത് അതിൻ്റെ മുളയുടെ വടി തട്ടിയിട്ട് നമ്മുടെ പ്രേതം പുറത്തോട്ട് കിടക്കുന്നു. ഈ 2 ബ്ലഡും അതുപോലെ തന്നെ പ്രേതത്തിൻ്റെ ആവിയും തമ്മിൽ ഒന്നാവുന്നു, മകളുടെ പേരിലേക്ക് കയറുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നു അരമനയുടെ ആരംഭം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള പോലത്തെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുൻഭാഗത്താണെങ്കിലും നമ്മുടെ മരത്തിൻ്റെ മുകളിൽ നാണി വരിക ആ പരിപാടി ഒന്നുമില്ല, മൊത്തത്തിൽ മാറ്റി മറിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി വെള്ളത്തിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ നിന്നും അങ്ങനെ ഈ വെള്ളക്കാർ കുറച്ച് അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ രക്ഷയെ പൂട്ടിയിട്ട് പറയുന്നത്, നീ എൻ്റെ മകളെ കൊന്നു, അതിന് പകരമായിട്ട് നീ എൻ്റെ മകളായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു രക്ഷയെ വീട്ടിലോട്ട് കൂട്ടി കൊണ്ടുപോകുന്നു. അത് തൊട്ടിട്ട് പിന്നെ രക്ഷപ്പെടാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുള്ള ഈ പ്രേതം അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട ഇപ്പോൾ നമ്മുടെ കഥാനായകൻ ഇൻട്രോ കാണിക്കുന്നു. അദ്ദേഹം ഒരു വക്കീലാണ്. സുന്ദർ സി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു തമനാണ് പെങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം തമന ഏകദേശം 10 വർഷം മുമ്പ് ഒളിച്ചോടി പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്നു നമ്മുടെ അരമന 4. പിന്നീട് യാദൃശ്യമായിട്ട് അവർ വീണ്ടും ഇവരടുത്തേക്ക് എത്തുന്നു. പിന്നീട് നോക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഫസ്റ്റ് അവർ എനിക്ക് എടുത്ത് പറയാനുള്ള എന്താ പറയുക, BGM ആണ്. ബാക്ക്ഗ്രൗണ്ടുള്ള സ്കോർ ഒരു രക്ഷണ കിടലം തന്നെയാണ്. കാരണം ഇപ്പോഴും റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ആ BGM നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം വേറെ ആക്ച്വലി ഒരു ഹൈ ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മികച്ചൊരു ഗൈഡ് തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലും അതുപോലെ ഫസ്റ്റത്തെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വെള്ളത്തിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ആ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കി തമന്ന ഭാട്ടിയ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അവർ മികച്ച രീതിയിൽ തന്നെ ചെയ്തു. സെൽവി എന്ന് പറയുന്നതാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ സെൽവിയായിട്ട് തമന്ന എന്തായാലും നല്ലൊരു വീട്ടമ്മയായിട്ടുള്ള റോളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും കുറച്ച് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സെറ്റ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അതുപോലെ സുന്ദർ സി ആദ്യ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇതാണെങ്കിൽ മുഴുനീളമായിട്ട് കാണുന്ന ചിത്രം ഇത് തന്നെയാണ്. അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആക്ഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടികൾ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. റാഷി എനിക്ക് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ തട്ടിക്കൂടി പോകുന്നൊരു അവസ്ഥയാണ് ഫസ്റ്റ് ഹാഫിലൊരു ഭാഗമായിട്ട് പോകുന്നിട്ടുള്ളത്. എടുത്ത് പറയേണ്ട മറ്റൊരു പോസിറ്റീവ് എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവ്യൂലായി വരുന്ന ബ്ലോഗ് തന്നെയാണ്. കുറച്ച് ഇമോഷനോട് കൂടിയ ഒരു ഇൻ്റർവ്യൂ ബ്ലോഗാണ്. വ്യത്യസ്തമായിട്ടുള്ള ഓടി ചാനൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവ്യൂലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഒരു ഇമോഷൻസും കണ്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇൻ്റർവ്യൂ ശേഷം എന്തായിരിക്കും സംഭവിക്കുക, അതെന്തായിരിക്കും അങ്ങനെ എന്നൊരു തോന്നൽ സാധാരണ വരാറില്ല തമിഴ് ചിത്രങ്ങൾക്ക്. പക്ഷേ ഇതിനെ സംഭവിച്ചു. അത് മറ്റൊരു പോസിറ്റീവ് എനിക്ക് തോന്നി. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കോമഡി തന്നെയാണ് വില്ലനായിട്ട് തോന്നുന്നില്ല. കാരണം പല കോമഡിയൊന്നും കേൾക്കുന്നില്ല. കോമഡി പറയുകയാണെങ്കിൽ യോഗി ബാബുവിനെ ഇതിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പഴയതിനേക്കാൾ വൻ ദുരന്തമായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഒരു പാട്ട് വരുന്നുണ്ട്, നോട്ട് ടച്ചിങ് നോട്ട് ഫീലിംഗ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. കാരണം മനസ്സിലേക്ക് ഒന്നും ടച്ച് ചെയ്യുന്നില്ല, ഒരു ഫീലോ ഇമോഷൻസോ ഒന്നും തന്നെ ആ പാട്ടിന് കണ്ടു ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റൊരു പോരായ്മ എനിക്ക് തോന്നി. അങ്ങനത്തെ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ കിടക്കുമ്പോൾ തുടക്കം തന്നെ ഏകദേശം ഈ കഥയാണ്. ഇതിനൊരു വില്ലൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ള തോന്നലൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി തോന്നലൊക്കെ അങ്ങനെ തോന്നിപ്പിക്കുന്നു. ഏകദേശം 45 മിനിറ്റോളം കഥ പറയാൻ സമയം എടുത്തു. കാരണം അത്രയേറെ
ഷോർട്ടൊന്നും ഇല്ലാണ്ട് തന്നെ തുടക്കം തൊട്ട് ഒടുക്കം വരും ഈ കഥ തന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നായകൻ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നു. അവിടെ നടക്കുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ സ്ക്രീനിലെടുത്ത് തെളിഞ്ഞു വരുന്നു. ആ പരിപാടിയൊക്കെ തന്നെയാണ് അവിടെ തന്നെ ചടപ്പിച്ചു. അങ്ങനെ ചടപ്പെങ്കിൽ പോലും ചില ഭാഗത്തൊക്കെ ഇമോഷണലായി ടച്ച് ചെയ്യാനും ഈ BGM അന്യായ പങ്കും ഇപ്പോൾ തന്നെ ഇമോഷണൽസ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കണ്ടു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ഭാഗത്തൊന്നും ബോർ അടുപ്പിക്കുന്നില്ല. ഒരു നമ്മുടെ ECG പോലെ തന്നെ ഒരു ഹൈയും ലോയും ആയിട്ടാണ് ആ കഥാപറച്ചിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഥാപറച്ചിലും കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ സ്ഥിരം പാറ്റേൺ പോലെ തന്നെ ഈ പ്രാവശ്യം രക്തം ഒരുമിച്ച് രക്തം കാണാം. അങ്ങനെ രക്തമാകുമ്പോൾ ചെകുത്താനും അതുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടി വേറെ ദൈവം വരും എന്നുള്ള പരിപാടിയൊക്കെ പ്രാവശ്യം എടുത്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം സ്ഥിരം പാറ്റേൺ തന്നെയാണെങ്കിൽ പോലും കുറച്ച് പാസം കാരണം കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പോട്ടെ നല്ല ലെവൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവരുടെ 3 സീരീസിൽ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എടുത്ത് പറയുമ്പോൾ VFXൻ്റെ വർക്കും ഓക്കെ ലെവൽ തന്നെയായിരുന്നു. കാരണം സാധാരണ പടത്തെ പോലെ രക്ഷയുടെ പൊട്ടിച്ചിരി പരിപാടിയും കാര്യങ്ങളൊന്നും ഇതിലില്ല. ഒരു നോർമലായിട്ടുള്ള ഒരു രക്ഷ തന്നെ, വളരെ സുന്ദരിയമായിട്ടുള്ള ഒരു രക്ഷ തന്നെയാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ആത്മാ എന്ന് പറയുമ്പോൾ കുറേ ആത്മാ എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാറ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവി പോലെ സാധനം വരുന്നു, പച്ച കുതിരൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പ്രേതം മക്കളുടെ കൂടെ കിടന്നുറങ്ങും, പാട്ട് പാടി കൊടുക്കും, ചോറ് വിളമ്പും കൂട്ടാൻ വയ്ക്കും. ആ പരിപാടിയൊക്കെയാണ് എന്തിലാവട്ടെ അതങ്ങനെ പോകുന്നു. കുറച്ച് ഇമോഷണലായിട്ട് കാണിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ പിച്ചിലോട്ട് കയറുന്ന ക്ലൈമാക്സിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും അരമന സീരീസിലൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇക്കണ്ട കാലം തമിഴ് സിനിമയുടെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു ബെറ്റർ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്ന മൂവി തന്നെയാണ് അരമന 4 എന്ന് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് പറയുന്ന സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമല്ലാത്ത ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. ഒരു ശരാശരി ഉള്ള അഭിപ്രായം അരമന 4. കാരണം ഭയപ്പെടുത്തുന്ന സമയത്ത് ഭയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ BGM അതുപോലെ VFX പരിപാടിയും കാര്യം പ്രകടനം എല്ലാം കാണണമെങ്കിൽ ജസ്റ്റ് സമയമുള്ളവർക്കൊന്ന് കണ്ടു നോക്കുന്നത് മാത്രം. ഒരു പടം